ഹലോ ഹലോ ഇല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളൂ. അപ്പോൾ ഗായ്സ്, ഇന്ന് മദേഴ്സ് ഡേ ആണ്. പക്ഷെ മദേഴ്സ് ഡേ ആയിട്ട് എൻ്റെ മദറിന് പണി കിട്ടിയിട്ടാണുള്ളത്. ചിക്കൻ ബോക്സ് വന്നിട്ട് 1 വീക്കായിട്ട് അമ്മ റെസ്റ്റിലാണ്. അപ്പോൾ അമ്മ മേലെയാണ്, നമ്മൾ മാത്രം താഴെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ നമ്മളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുക്കിംഗ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ബേസിക് തിങ്സ്, നമ്മൾ ബേസിക്കായിട്ട് കഴിക്കുന്ന ഫുഡില്ലേ, ഐറ്റംസ് നമ്മൾ വീട്ടിൽ എപ്പോഴും കഴിക്കുന്ന അങ്ങനത്തെ ഐറ്റംസുകളെ കഴിക്കാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ. അല്ലാതെ വേറെ നമ്മളെപ്പോൾ ഉണ്ടാക്കുന്ന പോലെ പാസ്ത, നൂഡിൽസ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, വയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ബേസിക്കായിട്ട് അമ്മയ്ക്ക് വേണ്ട ഫുഡ് ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ എന്ന് വെച്ചാൽ ചോറ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായി ഈ കലാപരിപാടി തുടങ്ങിയിട്ട്. ചോറ് ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട് അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു. ചക്കക്കുരുവിൻ്റെ ഒരു തോരനും പിന്നെ സാമ്പാർ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. സാമ്പാർ നമ്മളെ വീട്ടിൽ ആർക്കും വൃത്തിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് സാമ്പാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞാനൊരു മുട്ട തോരനും പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇതൊക്കെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചോറ് വാർക്കുവാണ്. ചോറ് വാർക്കലാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടി എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. ശരിക്കും അമ്മമാരെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട കാര്യം തന്നെ. എല്ലാ ദിവസവും ആക്കുമ്പോൾ നടു ഒടിയും. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറ് വാർക്കുവാണ്. അപ്പോൾ ചോറ് വറുത്ത് കഴിഞ്ഞു, അതവിടെ ഓക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഷോർട്സ് ആണല്ലോ. ഷോർട്സ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ലോങ് വീഡിയോനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഷോർട്സ് കാണുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത്. പക്ഷേ എനിക്ക് ലോങ് വീഡിയോ ഇടാനാണ് കുറച്ചുകൂടി ഇഷ്ടം, ട്രിപ്സൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി. അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടറ്റോ എടുത്തിട്ട് കുറച്ച് എണ്ണയും കുറച്ച് കടുകും ഇട്ടിട്ട് കുറച്ച് ഗാർലിക്കും ഇട്ടിട്ട് പൊട്ടറ്റോ ഇട്ട് അതിൻ്റെ മേലെ വേണ്ട പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്ത് അതിൽ ആവുകയാണ് ചെയ്യുക. അല്ലാതെ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കിയത് ഇങ്ങനെയാണ്. പിന്നെ ചക്കക്കുരുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചക്കക്കുരു ഇട്ട് കുറച്ച് അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ കുറച്ച് കടുക്, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഈ മുളകില്ലേ, ആ മുളകിന് എന്താ പറയുക എനിക്കറിയില്ല, ആ മുളക് മറ്റേ റെഡ് കളർ മുളക്, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളിയാണ് എടുത്തത്. കുറച്ച് ഗാർലിക്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിൽ കുറച്ച് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ജീരകം എടുത്തു. ജീരകത്തിൻ്റെ പൊടിയാണ് കുറച്ചുകൂടി ബെസ്റ്റ്. ജീരകം എടുത്തു. ഞാനിതൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഒട്ടുമിക്ക സാധനവും യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കൽ. അല്ലാതെ കാണാപ്പാടം പഠിക്കലൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാരെ പോലെ ഇങ്ങനെ ഒരു സാധനം ബുക്കിൽ എഴുതി കാണാപ്പാടൊന്നും പഠിക്കില്ല. ഓൾവേസ് നമ്മളെ കയ്യിൽ ഫോണുണ്ട്. പിന്നെ എന്തിനത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫോൺ നോക്കുക, റെഫർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു റെസിപ്പി ഞാനങ്ങനെ കാണാപ്പാടൊന്നും പഠിച്ച് ഉണ്ടാക്കാറില്ല. പിന്നെ ചില നൂഡിൽസ് പോലത്തെ റെസിപ്പി നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ടും വളരെ വളരെ സ്റ്റെപ്സ് കുറവായതുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മീൻസ് അത് യൂട്യൂബിൽ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി എന്ത് സാധനം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ് ചില്ലി ചിക്കൻ ആയാൽ പോലും ഞാനൊന്ന് യൂട്യൂബ് നോക്കാറുണ്ട്. യൂട്യൂബ് നോക്കുന്ന ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ടെക്നോളജി വളർന്നതുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല കാണാപ്പാടം. എപ്പോഴാണ് ആവശ്യം അപ്പോൾ ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ നമ്മളെന്താ ഗാർലിക് ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, അത് മൊത്തം സോട്ട് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ച ആ ചക്കക്കുരു ഇല്ലേ അത് ഇതിലിട്ടിട്ട് ഫുള്ളും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര വിറ്റാമിനൊക്കെ ഉള്ള സാധനമാണ് ഈ ചക്കയുടെ കുരു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. വീട്ടിൽ ഒരുപാടുണ്ട്, ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഞാൻ ഒരേ ടൈം തന്നെ 2 സാധനം ചെയ്യുന്ന ആൾക്കാരാണ്. മീൻസ് മൾട്ടിപ്പിൾ ടാസ്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മീൻസ് ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരേ ടൈം തന്നെ 2 അടുപ്പിലും പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അത് ചെയ്യണമെന്നില്ല. എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പപ്പണി. എനിക്കത് ചെയ്യാൻ അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരേ ടൈം 2 കാര്യങ്ങൾ ചെയ്യാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചക്കക്കുരുവായി നമ്മൾ മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വേഗം ആ പാത്രമൊക്കെ കഴുകി വന്നു. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ മുട്ട തോരനാക്കുന്നതാണ്. ഇപ്പുറത്ത് നമ്മുടെ ആലു ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാവാൻ കുറേ സമയം എടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, ആലു എന്ന് പറയുന്നത് വേഗം കുക്കാവുന്നൊരു സാധനമല്ല. അപ്പോൾ അത് അവിടുന്ന് കുക്കാവുന്ന നോക്കണം, കരിയാതെ അത് കിട്ടുകയും വേണം. ഇപ്പുറത്ത് ഞാൻ നെക്സ്റ്റ് ഡിഷ് വെച്ചു, നമ്മുടെ മുട്ട.
മുട്ട ഞാൻ എടുത്ത് പൊട്ടിച്ചു. എന്നിട്ട് അതിൽ ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. കുറച്ച് തേങ്ങ, നേരത്തെ നമ്മൾ ചക്കക്കുരുവിന് വേണ്ടി വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങ കുറച്ചെടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കുറച്ച് തക്കാളി ഇടാറുണ്ട്. ഞാൻ എല്ലാം ഇടും. എനിക്ക് വെജിറ്റബിൾസ് കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഇടാൻ പറ്റുമോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. വെജിറ്റബിൾസ് മാത്രമല്ല, എന്തൊക്കെ പൊടി ഇടാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇടും. കുഴപ്പമില്ലാണ്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായി സോട്ട് ചെയ്ത് നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡിയാണ്. ഇല്ലാണ്ട് കുഴപ്പമില്ല. ചോറ് ഇതിപ്പോൾ പിന്നെയും ചോറുണ്ടാക്കി. ഈ ചോറ് എന്തായിട്ട് പിന്നെ മുട്ട വറവ്, സാമ്പാർ. ഇത് പുറത്തുനിന്നുള്ള സാമ്പാറാണ് കേട്ടോ, ഹോട്ടലിൽ നിന്ന്. ചക്ക തോരൻ, ഇത് പൊട്ടറ്റോ ഫ്രൈ, പപ്പടം, അച്ചാർ. ഇതാണുള്ളത്. എങ്ങനെയുണ്ട്? അത്യാവശ്യം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമായ എന്നാ ഉണ്ടാക്കിയല്ലേ? മുട്ടയാ. എനിക്ക് ചക്കേൻ്റെ ഈ സാധനം. അപ്പോൾ അമ്മക്ക് ഫുഡ് ഇങ്ങനെ മുകളിൽ വെച്ചു കൊടുക്കലാണ്. കോണ്ടാക്റ്റ് ഇല്ല, നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പ്ലേറ്റ് അമ്മ വെക്കും, നമ്മളതിൽ സെർവ് ചെയ്യും, ടച്ച് ചെയ്യാതെ സെർവ് ചെയ്യും ദൂരെ നിന്ന്. അങ്ങനെയാണ്.